കെ സുരേന്ദ്രൻ രാജിവെക്കേണ്ടത് പാലക്കാട് തോറ്റിട്ടല്ല. ഇതേ ഈ മുതലുണ്ടല്ലോ സന്ദീപ് വാര്യർ, അയാളെ ഈ പാർട്ടിയിൽ പിടിച്ചു നിർത്താൻ പറ്റിയില്ലാത്തത് കൊണ്ട് മാത്രമാണ് അയാൾ രാജിവെക്കേണ്ടത്. കാരണം ഇനി രാജിവെക്കാതെ രക്ഷയില്ല. സന്ദീപ് വാര്യർ വിടില്ല. എല്ലാ ചാനലും സന്ദീപ് വാര്യർ പിന്നാലെ നേരെ വെളുത്തുടങ്ങുമ്പോൾ തുടങ്ങി ക്യാമറയായിട്ട് പിന്നാലെ ചെല്ലാണ്. ഇനി ബി ജെ പിയുടെ നേതാക്കന്മാരെ നിലം തൊടാൻ സന്ദീപ് വാര്യർ സമ്മതിക്കില്ല. കാരണം ഇയാളെ ചലച്ചലച്ച് തകർത്തുകൊണ്ടിരിക്കും. ബി ജെ പിയിൽ മറ്റുള്ള പാർട്ടികൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ കഴിവുള്ളൊരു നേതാവായിരുന്നു സന്ദീപ് വാര്യർ. അയാളുടെ ശബ്ദം കാതോർക്കാൻ ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു കേരളത്തിൽ. ഇനി ഇത് കോൺഗ്രസിനൊരു മുതൽക്കൂട്ടാവും. ഇത് കേട്ടോട്ടോ. എന്തുകൊണ്ട് ഓഡിറ്റിങ്ങിന് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് വിധേയനാകുന്നില്ല? അദ്ദേഹം നേരിട്ട് മുന്നിൽ നയിച്ച തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ്. അദ്ദേഹം നേരിട്ട് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുകയാണെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് ഉറപ്പായിരുന്നു തോൽക്കാൻ പോയാണെന്ന്. കാരണം ഇന്നേ വരെ ഇലക്ഷൻ ജയിച്ച ഒരു അനുഭവം അദ്ദേഹത്തിനില്ല. അത് മാത്രമല്ല, ചേലക്കരയിൽ സംഭവിച്ചതെന്താ? ചേലക്കരയിൽ ഇപ്പൊ നമുക്ക് മനസ്സിലായല്ലോ, തൃശ്ശൂരിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന മലയാളത്തിലെ ഒരു മഹാനടന്റെ വിജയം മാത്രമായിരുന്നു തൃശ്ശൂരിലേത് എന്ന് ചേലക്കരയിൽ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കല്ലേ. തൃശ്ശൂരിലെ ബി ജെ പിയുടെ മാഫിയ നേതൃത്വത്തിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ചേലക്കരയിൽ സംഭവിച്ചിരിക്കുന്നത്. എന്തേ ചേലക്കരയിൽ ജയിക്കാൻ പറ്റാതെ പോയത്? സുരേന്ദ്രൻ, ഞാൻ പറഞ്ഞല്ലോ, സുരേന്ദ്രൻ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം കേരള രാഷ്ട്രീയത്തിൽ ശരിയായി വന്നിട്ടുണ്ടോ? അല്ല, സുരേന്ദ്രൻ തോൽക്കുന്നതിന്റെ അവസാന നിമിഷം വരെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന നേതാവാണ്. അതിന് ഏത് തെരഞ്ഞെടുപ്പ് നടന്നാലും അങ്ങനെയാണ്. പക്ഷെ ഞാൻ കേരളത്തിലെ എന്നെ ശ്രമിക്കുന്ന എന്റെ പഴയ പാർട്ടിയിലെ ബി ജെ പിയിലെ സഹപ്രവർത്തകരോട് പറയാണ്, നിങ്ങൾക്ക് എന്നോട് വിരോധം ഉണ്ടാകാം, നിങ്ങൾക്ക് എന്നോട് വിഷമുണ്ടാകാം, പക്ഷെ ഞാൻ തെരഞ്ഞെടുത്ത പാത ശരിയായിരുന്നു എന്ന് നിങ്ങൾ നാളെ ബോധ്യപ്പെടും. കെ സുരേന്ദ്രനും അദ്ദേഹത്തിന്റെ കൂടെയുള്ള സംഘവും കേരളത്തിലെ ബി ജെ പിയെ എപ്രകാരമാണ് നശിപ്പിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണ്. എന്നോടുള്ള വിരോധത്തിന്റെ പേരിൽ സുരേന്ദ്രനെ അനുകൂലിക്കാൻ പോയവർ പാർട്ടിയെ ആ ബി ജെ പി എന്ന പാർട്ടിക്ക് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടവർ ഒരുപാട് മനുഷ്യരുണ്ടല്ലോ. അവരൊക്കെ തിരിച്ചറിയട്ടെ സുരേന്ദ്രനും സംഘവും എപ്രകാരമാണ് ആ പാർട്ടി നശിപ്പിക്കുന്നത്.